ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ് സ്കൂൾ. ഇത് നമ്മൾ ടാൻജൻസ് എന്ന് പറയുന്ന ലെസണാണ് ചെയ്യാൻ പോകുന്നത്. ടാൻജൻസ്, തൊടുവരകൾ. അത് സർക്കിൾ എന്ന് പറയുന്ന ലെസണുമായിട്ട് കണക്റ്റഡ് ആണ്. വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠവുമായി കണക്ട് ചെയ്യുന്ന ഒരു ലെസണാണ് തൊടുവരകൾ. അതുകൊണ്ട് തന്നെ ടാൻജൻസ് എന്ന് പറയുന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട്, പിന്നെ കുറച്ച് പ്രൂഫ്സ് തെളിയിക്കാണ്ട്, പിന്നെ കുറച്ച് വരച്ച് നേടാനുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിങ്ങനെ പോകാം. ഓക്കെ, അപ്പൊ മക്കളെ, ടാൻജൻസ്, തൊടുവരകൾ. എന്താണ് ഈ തൊടുവര എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. തൊടുവര, ടാൻജന്റ് എന്താണ്? ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം. ഇവിടെ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഈ വൃത്തമുണ്ട്, ഒരു വരയുണ്ട്. ഇത് തൊടുവരയാവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഈ ലൈന് ടാൻജന്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ലൈന് ടാൻജന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് സർക്കിളിന്റെ ഒരൊറ്റ പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യണം. ഓക്കെ, എ ലൈൻ ടച്ചിങ് എക്സാക്ട്ലി വൺ പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് നോൺ ആസ് ടാൻജന്റ്. അതായത് ഈ വര വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ മാത്രം മുട്ടുന്നുവെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? തൊടുവര എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താ തൊടുവര എന്നുള്ള ഐഡിയ ഓക്കെ അല്ലേ? അതായത് പറഞ്ഞല്ലോ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഈ പോയിന്റിനെ സർക്കിളും ടാൻജന്റും ഉണ്ടാക്കുന്ന കോമൺ പോയിന്റിനെ പറയുന്നു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നാ പറയുന്നത്. പോയിന്റ് ഓഫ് കോണ്ടാക്ട്. വാട്ട് ഈസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്? എ കോമൺ പോയിന്റ് ടു ദ സർക്കിൾ ആൻഡ് ടാൻജന്റ്. അതായത് സർക്കിളും ടാൻജന്റും ഉണ്ടാക്കുന്ന കോമൺ പോയിന്റിനെയാണ് ഈ തൊടുന്ന ബിന്ദു എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പിന്നെ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് നമുക്കൊന്ന് പറയാം, പരിചയപ്പെടാം. ഓക്കെ, ഇതിപ്പോ റേഡിയസ് ആണ്. റേഡിയസ് ആരമാണ്. ആരവും തൊടുവരയും തൊടുന്ന ബിന്ദുവിൽ ലംബമാണ്. ഈ ഐഡിയ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ ഉണ്ടായിരിക്കണം. എന്താണ്? ആരവും തൊടുവരയും തൊടുന്ന ബിന്ദുവിൽ ലംബമാണ്. റേഡിയസ് ആൻഡ് ടാൻജന്റ് പെർപെൻഡിക്കുലർ അറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ ഈ ആരവും തൊടുവരയും തൊടുന്ന ബിന്ദു ലംബമാണെങ്കിൽ വാട്ട് അബൌട്ട് ഡയമീറ്റർ? വ്യാസവും തൊടുവരയും തൊടുന്ന ബിന്ദു ലംബമാവും. ഓക്കെ, ആവും. കാരണം എന്താ? ആരത്തിന്റെ ഡബിൾ അല്ലേ വ്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ ഡയമീറ്റർ ആൻഡ് ടാൻജന്റ് പെർപെൻഡിക്കുലർ അറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. വ്യാസവും തൊടുവരയും തൊടുന്ന ബിന്ദുവിൽ ലംബമാണ്. ഈ ഐഡിയകൾ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇനി ഇത് വെച്ചിട്ട് ഫസ്റ്റ് ഇതിൽ കുറച്ച് കൺസ്ട്രക്ഷൻ ആണ്, വരയ്ക്കാനാണ് വരുന്നത്. ഒന്ന് രണ്ട് കൺസ്ട്രക്ഷൻ മാത്രം നമുക്കിപ്പോൾ പറയാം. അതിനുശേഷം നമുക്ക് ഇതിന് ഈസി ആയിട്ട് വരുന്ന കുറച്ച് ടൂൾ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസും പറയാം. ഓക്കെ, യെസ്. ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ, എക്സാം ഹാളിൽ നിങ്ങളോട് വരയ്ക്കാൻ പറയുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതുപോലെ നിങ്ങളോട് വരയ്ക്കാൻ പറയാണ്. അപ്പൊ എങ്ങനെ വരക്കും എന്നാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുക? A triangle is formed by a tangent to a circle, the radius through the point of contact and a line through the center. Draw this. ഇത് വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ചെയ്യേണ്ട കാര്യം, ഇങ്ങനത്തെ ഒരു ത്രികോണുണ്ട്, ഒരു വൃത്തമുണ്ട്. ഇവിടെ 2.5 സെന്റിമീറ്റർ ഇതിന്റെ ആരം തന്നിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ബിന്ദുവിലേക്കുള്ള അകലം 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ചിത്രം നമ്മോട് വരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ വരക്കുക? അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് വരക്കാം. കാരണം 2.5 സെന്റിമീറ്റർ റേഡിയസ് ആരം തന്നിട്ടുണ്ട്. അപ്പൊ കോമ്പസിൽ കറക്റ്റ് 2.5 സെന്റിമീറ്റർ ഓപ്പൺ ആക്കാം. കോമ്പസിൽ 2.5 സെന്റിമീറ്റർ ഓപ്പൺ ആക്കിയതിനു ശേഷം എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വൃത്തം വരയ്ക്കാം. ഫസ്റ്റ് നമ്മൾ ഇതാണ് വരയ്ക്കുന്നത് കേട്ടോ. 2.5 സെന്റിമീറ്റർ ഓപ്പൺ ആക്കിയിട്ട് വൃത്തം വരച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ 5 സെന്റിമീറ്റർ നമുക്ക് തോന്നുന്ന രീതിയിൽ എടുക്കാൻ പറ്റൂല. ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്, ഇത് ആരമാണ്, ഇത് തൊടുവരയാണ്. അപ്പൊ ആരവും തൊടുവരയും തൊടുന്ന ബിന്ദുവിൽ ലംബമാണ്. നമ്മൾ പഠിച്ചോ? യെസ്. അപ്പൊ ആ പോയിന്റ് വെച്ചിട്ട് ഇവിടെ ലംബം 90 ഡിഗ്രിയാണ്. റേഡിയസ് ആൻഡ് ടാൻജന്റ് പെർപെൻഡിക്കുലർ അറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ ഇവിടെ നമുക്ക് 90 എന്ന് കിട്ടി. ഓക്കെ, യെസ്. ഇത് 90 ആണെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഇവിടെ 2.5 ഇവിടെ 5, ഈ 2.5ന്റെ ഇരട്ടിയാണ് ഇവിടുത്തെ വശം വരുന്നത്. അപ്പൊ നമ്മള് ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അംശബന്ധം 1ാമത്തെ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അംശബന്ധം? നമ്മൾ പഠിച്ചില്ലേ? 30, 60, 90 യുടെ റേഷ്യോ 1:√3:2 ആണല്ലോ.
അപ്പോ ഇവിടെ 2.5ന്റെ ഡബിൾ അല്ലേ 5 വരുന്നത്. അപ്പോ ഇവിടെ 90 ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് സംശയമൊന്നുമില്ല. കാരണം എന്താ, ടാൻജന്റും റേഡിയസും പെർപെൻഡിക്കുലർ അറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. റേഡിയസും തൊടുവരയും ലംബമാണെന്ന് അറിയാം നമുക്ക്. ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 5 ആണ്. അപ്പൊ ഈ 2.5ന്റെ ഓപ്പോസിറ്റ് വരുന്ന ഇവിടുത്തെ ആംഗിൾ 30 ആയിരിക്കും. കാരണം ഈ റേഷ്യോസ് നമുക്ക് അറിയുന്നതാ. ഓക്കെ, അപ്പൊ ഇവിടെ 30 ആണ്, ഇവിടെ 30, ഇവിടെ 90, ഇവിടെ എന്തായിരിക്കും 60 ആയിരിക്കും. ഇനി വരക്കാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വരച്ചാൽ നമ്മള് ഫസ്റ്റ് 2.5 സെന്റിമീറ്റർ റേഡിയസ് ഒരു സർക്കിൾ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഒരു റേഡിയസ് വരച്ചു. ഈ റേഡിയസ് വരച്ചതിന് ശേഷം നമുക്ക് ഈ റേഡിയസ് ഒന്ന് ഇവിടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി നേരെ ഇങ്ങോട്ട് എടുത്തിട്ട് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്താൽ മതി. ആ 5 നിന്ന് 30 ഇങ്ങോട്ട് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ട്രയാങ്കിൾ കിട്ടും, ഈ ത്രികോണം കിട്ടും. ഓക്കെ, പല രൂപത്തിൽ നമുക്ക് വരയ്ക്കാം. ഏതാ ഈസി ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരയ്ക്കാം. ഈ ക്വസ്റ്റ്യൻ കേട്ടോ, ഒരു സർക്കിള്. ഈ സർക്കിളിന്റെ 4 സെന്റിമീറ്റർ ആണ് ഈ ലെങ്ത് വരുന്നത്. 4 സെന്റിമീറ്റർ. ടാൻജന്റിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ വരുന്നുണ്ട്. റേഡിയസ് തന്നിട്ടില്ല. 4 സെന്റിമീറ്റർ ആണത്. 2 സെന്റിമീറ്റർ ആണ് ടാൻജന്റിന്റെ ലെങ്ത്. ഇങ്ങനത്തെ ഒരു ചിത്രം നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. കാരണം എന്താ, ഇവിടെ 2 ആണ്, 2ന്റെ ഡബിൾ ആണ് 4 വരുന്നത്. അപ്പൊ 30, 60, 90 തന്നെ ആയിരിക്കും വരിക. അപ്പൊ ഏതൊക്കെ എവിടേക്കാണ് ആംഗിൾ വരുന്നതെന്നൊക്കെ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് 2 മാർക്കിന് ചോദിക്കുന്ന കുറച്ച് സിമ്പിൾ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ: The radius of a circle is 6 centimeter. Calculate the length of tangent drawn from a point 10 centimeter away from center. അതിന്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, അതായത് 6 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് 10 സെന്റിമീറ്റർ അകലെയുള്ള ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരച്ചിരിക്കുന്നു. തൊടുവരകളുടെ നീളം കാണുക എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ പറഞ്ഞ അളവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റഫ് ഡയഗ്രാം വരയ്ക്കുക. തൊടുവരേന്റെ നീളമാണ് കിട്ടേണ്ടത്. അതായത് 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു. അതായത് കറക്റ്റ് അളവ് നോക്കേണ്ട ആവശ്യമില്ല. അത് കേന്ദ്രത്തിൽ നിന്ന് 10 സെന്റിമീറ്റർ അകലെ, 10 സെന്റിമീറ്റർ അകലെ, ഇതിപ്പോ ആരം 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 10 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു. ഈ ബിന്ദുവിൽ നിന്നുള്ള തൊടുവരയുടെ നീളമാണ് കിട്ടേണ്ടത്. ഞാൻ ഈ കേന്ദ്രത്തിന് 1 കൊടുത്തു, ഈ ബിന്ദുവിന് ഞാൻ P എന്ന് കൊടുത്തു, ഞാൻ ഒരു ആരം ഇവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഈ പോയിന്റിന് ഞാൻ A എന്ന് കൊടുത്തു. O ആണ് ആരം. അപ്പൊ ഈ 6 സെന്റിമീറ്റർ ആണ് ആരം, റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. ഈ OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ AP എന്ന് പറയുന്ന തൊടുവര ടാൻജന്റിന്റെ ലെങ്ത് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ടാൻജന്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ പഠിച്ച മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. അതായത് ഇവിടെ നമുക്ക് 90 ഡിഗ്രിയാണ് നമുക്ക് അറിയാം. ഓക്കെ, 90 ഡിഗ്രി ആണ് അറിയുന്നത്. എങ്ങനെയാണ് നമുക്ക് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായത്? കാരണം ടാൻജന്റും റേഡിയസും പെർപെൻഡിക്കുലർ അറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ആരവും തൊടുവരയും തൊടുന്ന ബിന്ദുവിൽ ലംബമാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. ശ്രദ്ധിക്കുക, ഇവിടെ 6ഉം ഇവിടെ 10ഉമാണ്. അപ്പൊ തേർഡ് സൈഡ് കിട്ടാൻ 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ മട്ട ത്രികോണത്തിൽ എങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചത്? ബൈ യൂസിങ് പൈതഗോറസ് തിയറം. അപ്പൊ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചാൽ നമുക്ക് എന്താക്കാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ പൈതഗോറസ് സിദ്ധാന്തം എന്തായിരുന്നു? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ ഈ 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് അല്ലേ കാരണം ഉണ്ടാവുക. അപ്പൊ എന്ത് വരും? 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ഇങ്ങനെ വരും. ഓക്കെ, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് AP സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് കിട്ടും. ഇനി പ്ലസ് 6 സ്ക്വയർ ഇങ്ങോട്ട് പോകുന്ന മൈനസ് 6 സ്ക്വയർ ആയല്ലോ. ഓക്കെ, 10ന്റെ സ്ക്വയർ എന്താ? 100 മൈനസ് 6ന്റെ സ്ക്വയർ എന്താ? 36 equal to AP square. Then AP is equal to 100 minus 36 എന്ന് പറഞ്ഞെങ്കിൽ എന്ത് കിട്ടും? 64 എന്ന് കിട്ടും AP യുടെ സ്ക്വയർ. Then AP is equal to root of 64. 64 ന്റെ റൂട്ട് എന്താ? 8. ഓക്കെ, അതായത് ഈ ടാൻജന്റിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്, തൊടുവരയുടെ നീളം 8 സെന്റിമീറ്റർ. ഓക്കെ, യെസ്. ഇനി വേറെ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ശ്രദ്ധിക്കാം. അതായത് ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും PA QA ഇവ തൊടുവരകളുമാണ്. ചതുർഭുജം PAQOന്റെ എല്ലാ കോണുകളും കണ്ടെത്തുക എന്നാണ്. അപ്പൊ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം ഇങ്ങനെയാണ് ചിത്രം ഉള്ളത്. ഒരു വൃത്തമുണ്ട് പ്ലസ്
2 റേഡിയസ് മുകളിലേക്കും താഴേക്കും വരച്ചിട്ടുണ്ട്. ഒരു ടാൻജന്റ്, സെക്കൻഡ് ടാൻജന്റ് ഇങ്ങോട്ട്. ഓക്കെ, ഈ കേന്ദ്രത്തിന് O എന്ന് കൊടുത്തിട്ടുണ്ട്. തൊടുന്ന ബിന്ദുവിനെ Pയും Qയും കൊടുത്തിട്ടുണ്ട്. ഈ ബിന്ദുവിനെ Aയും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് PAQO എന്ന് പറയുന്ന ഒരു ചതുർഭുജം കണ്ടില്ല ഇവിടെ, PAQO. ഇതിന്റെ എല്ലാ ആംഗിൾസുമാണ് കണ്ടെത്താൻ പറയുന്നത്. എന്തെങ്കിലും ഐഡിയ? PAQO, യെസ്, ഇതിന്റെ ആംഗിൾസ് കണ്ടെത്തിക്കൂടെ? ചതുർഭുജത്തിന് എത്ര കോണുണ്ട്? 4 കോണുണ്ട്. ഓക്കെ, അതിലൊരു കോണാണ് ഇവിടെ ഉള്ളത് തന്നത്, ബാക്കി 3 കോണ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഈ ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിൾസും കിട്ടാൻ വേണ്ടി നമുക്ക് അറിയാവുന്നതാണ് റേഡിയസും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരുന്നുണ്ട്? 90 ഡിഗ്രി വരുന്നുണ്ട്. ഇവിടെ എന്ത് വരുന്നുണ്ട്? 90 ഡിഗ്രി വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കിട്ടാൻ പ്രയാസമുണ്ടോ? ഇല്ല. എന്താ? യെസ്, ഇവിടെ എന്തായിരിക്കും? We know that total sum of the angle of a quadrilateral equal to 360 ആണ്. അതായത് ചതുർഭുജത്തിന്റെ 4 കോണുകളുടെയും അളവുകളുടെ തുക 360 ആണ്. അപ്പൊ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 90 180 ആയി. 180 40 220 ആയി. 220 360 220 കുറയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടുന്നുണ്ട്? 140 എന്ത് കിട്ടും? ഈ ആംഗിൾ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, ഇത് രണ്ടും കൂടി 180, ഇത് രണ്ടും കൂടെ 180. ഓക്കെ, ആ രീതിയിലേക്കും കൊണ്ടുവരാം. അപ്പൊ ഈ ചതുർഭുജത്തിന് ബാക്കി 3 കോണും കിട്ടിയില്ലേ? യെസ്, ഇവിടെ 90 ആണ്, ഇവിടെ 140 ആണ്, ഇവിടെയും 90 ആണ്. ഈ ഐഡിയ വെച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നമുക്കൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എങ്ങനെ നോക്കാം? പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് drawn to a circle at the 2 ends of diameter are parallel. അതായത് വ്യാസങ്ങളുടെ 2 അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ സമാന്തരമാണെന്ന് തെളിയിക്കാനാണ് പറയുന്നത്. അതായത് ഇപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു ചിത്രം നമ്മൾ റഫായിട്ട് വരച്ചു കൊടുക്കാം. വൃത്തം, അതിന്റെ വ്യാസാണ്. ഈ വ്യാസത്തിന്റെ ഈ അറ്റങ്ങളിൽ 2 തൊടുവര വരച്ചു. ഈ 2 തൊടുവരയും പാരലൽ സമാന്തരമാണെന്ന് തെളിയിക്കാം. എങ്ങനെ തെളിയിക്കാം? ഓക്കെ, സമാന്തരമാണെന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള കോണുകൾ തുല്യമാണെന്ന് കിട്ടിയാൽ മതി. ഓക്കെ, മറുകോണുകൾ തുല്യമാണെന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് എന്തായി? സമാന്തരമാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ ഈ ചിത്രം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ ക്വസ്റ്റ്യന് വായിച്ചിട്ട് ചിത്രം നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അതായത് വൃത്തണ്ട്, 2 സമാന്തരണ്ട്, വ്യാസങ്ങളുടെ അറ്റങ്ങളിലാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് വെച്ചിട്ട് നമ്മളൊരു ഡയഗ്രാം വരച്ചു. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇനി നമുക്ക് അറിയുന്ന കാര്യം എന്താ? യെസ്, വ്യാസവും തൊടുവരയും തൊടുന്ന ബിന്ദുവിൽ ലംബമാണ്. ഡയമീറ്റർ ആൻഡ് ടാൻജന്റ് പെർപെൻഡിക്കുലർ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും സെയിം വ്യാസവും തൊടുവരയും 90. മറുകോണുകൾ തുല്യമാണ്. മറുകോണുകൾ തുല്യമാണെങ്കിൽ ഇതിപ്പോ നമുക്ക് വ്യാസത്തിന് AB എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് Pയും Qയും കൊടുക്കുകയാണെങ്കിൽ PAക്ക് സമാന്തരമായിരിക്കും QB. അവിടെ മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതായത് ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. ഓക്കെ, മറുകോണുകൾ തുല്യമാണ്. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. സോ PA പാരലൽ ടു QB. ഓക്കെ, അത്ര മതി ഐഡിയ. ഓക്കെ, ഈ കണ്ടത് ഈ പോയിന്റ് നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ടാൻജൻസിന്റെ തുടക്കം മാത്രമാണ് പറഞ്ഞത്. ടാൻജൻസിന്റെ തുടക്കത്തിലുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ.